ആ മതി അരമല ഒരു കാലെടുത്തേ വേണ്ട ഡയറ്റിംഗ് വലിയ പൈസ നോക്കിയിട്ട് കഴിക്കൂ. മതി മോനെ കഴിക്ക്. ടി പി സിമി അല്ലേ? ആ എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ ഒന്ന് വേഗം നടന്നേ, വെള്ളം വെക്കേണ്ടത് സിമി. അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ? ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂല്ലേ? കേട്ടോ അമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? ആ എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ ഇവനും വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരു സെക്കൻഡേ അമ്പിളി വരൂ. മഞ്ജു ഒരു സെക്കൻഡേ. മാളു സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ അതിനെന്താ. മാളു റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളില് നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി ഇന്നവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ വന്നാൽ മതി. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് മാറി. താമസം കൊച്ചേ, നീ ആ രാജലക്ഷ്മിയുടെ പെങ്ങളുടെ മോളല്ലേ? അതെ. ഡി കൊച്ചേ, അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു വെച്ച് പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ട് കയറി കയറി പോകുന്നേ? പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണേ നോക്കാം മാവാ. വിട് വിട്. അയാള് നമ്മുടെ ചക്കനൊക്കെ കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. വലിയ തന്നെ നല്ല ഇഷ്ടമായിട്ടോ ചേട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങൾ സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെയൊക്കെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ കേട്ടോ കേട്ടോ. എടുത്തോ. ഓക്കെ പോയി കിട്ടി കൊണ്ടാകും. അടുത്ത ഇനി പന്തൽ നോക്കി ഈ ഇടയിലുള്ള ഒന്നും കത്തണല്ലോ. മായവൾ നോക്കാം, ഊര് നോക്കാം. ആരും
ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ് ആ ടർസിൽ പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളല്ലത് പൂവാണ്. പോവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിനാണ്, പറ്റിക്കും പറയാൻ പറ്റൂല. അതെ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ല പോടാ, എൻ്റെ ഒരു സമാധാനത്തിനാണ്. ഒന്ന് പോയിറക്ക. ചേച്ചി അളിയനോ? ഇതിനകത്തുണ്ട്. ആ അളിയാ ആരത്? അവിടെ പോയി കളിച്ചേട്ടാ. രണ്ടു വെച്ചടാ. സെറ്റല്ലേ? എല്ലാം സെറ്റ്. എന്താ കളിയത്? പൂവ് ഏ? പൂവ് പൂവ്. ആ, പൂവും വേണ്ട പൂന്തളിരും വേണ്ട, ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ഡെക്കറേഷൻ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്കേ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. ഈ വത്സേട്ടനെ പോയി കണ്ടാൽ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. ആ ആ വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തായിരുന്നോ? എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി കൺമണി. അല്ല സിമി, പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ, എന്താ മോന്റെ പേര്? ശരൺ. ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു. മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? താടി അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ, വാ. ഈ വാർപ്പെടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പെടുക്കാൻ വേണ്ടി ഞാൻ 4 വരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കും. ഇങ്ങോട്ട് വാ. നിങ്ങൾ പിടിച്ചേ. പോട്ടെ, ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ.